സ്വാതന്ത്ര്യം ഒരു സ്വാശ്രയ ഹൃദയത്തിന്റെ സ്വപ്നമാണ്. സ്വാതന്ത്ര്യദിനാശംസകളോടെ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ആഘോഷിക്കുന്നത് ഒരു അതിമനോഹരമായ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമാണ്. ഇതൊരൊറ്റ വ്യക്തിയുടെ വിജയമല്ല, ഇത് ഒരു രാജ്യത്തിന്റെ നിർഭയമായ ഉണർവാണ്. 1913-70 ആഗസ്റ്റ് 15 അതാണ് ഇന്ത്യയ്ക്ക് പുതിയ ഉഷസ് വന്ന ദിവസം. അത് വെടിക്കെട്ടുകളുടെയും ചങ്ങാതിക്കൂട്ടങ്ങളുടെയും ദിനമല്ല, അതൊരു ചിന്തയുടെ ദിനമാണ്. ആചാര്യ വിനോബ ഭാവ പാടിയ പോലെ സ്വാതന്ത്ര്യം വരുമ്പോൾ ഉത്തരവാദിത്വവും കൂടി വരും. അവരടക്കം ആ വലിയ പാതയിൽ നടന്നവരെ ഓർക്കാം. ഗാന്ധിജിയുടെ അഹിംസ, സുഭാഷ് ചന്ദ്രബോസിന്റെ ആഹ്വാനം, നിങ്ങളെനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങളെ സ്വാതന്ത്ര്യം തരാം. ജാഹനാര, കസ്തൂരിബായ്, മഡാമു ബിജോയ എന്നിവർ പോലുള്ള ധീരവനിതകൾ. എന്നിട്ട് അനേകം പേരില്ലാത്ത വീരന്മാർ, ഇന്നും നമ്മൾ അറിയാത്തവരെ വരെ. ഇവർ ഓരോരുത്തരും തങ്ങളുടെ ജീവിതം ഈ ഒരു വലിയ ലക്ഷ്യത്തിനായി സമർപ്പിച്ചു, ഇന്ത്യയെ സ്വതന്ത്രമാക്കാൻ. പക്ഷേ ഇപ്പോൾ നമ്മളെന്താണ് ചെയ്യുന്നത്? ചിലർക്കു വേണ്ടി മാത്രമോ ഈ സ്വാതന്ത്ര്യം? ഇന്ത്യയ്ക്ക് ആവശ്യമായത് ഭാഷയല്ല, പൗരന്മാരുടെ മനസ്സാണ്. പൗരന്മാർക്കാവശ്യമായത് അധികാരമല്ല, ഉത്തരവാദിത്തമാണ്. നമുക്ക് ആ 1947 സ്വാതന്ത്ര്യത്തെ ഓരോ ദിവസവും ജീവിക്കാൻ കഴിയട്ടെ. ഒരു നല്ല പൗരനായി, അന്തരീക്ഷം മലിനമാക്കാതെ, ആരുടെയെങ്കിലും അവകാശങ്ങൾ കയറിക്കടക്കാതെ, മനുഷ്യരെ സ്നേഹത്തോടെ കാണിച്ച് നമ്മുടെ രാജ്യത്തെ ഒരുങ്ങിച്ചെയ്യാൻ. നമ്മുടെ കയ്യിലിപ്പോൾ ഒരു അതിപ്രശസ്തമായ ഭാരമാണ് ഇന്ത്യയുടെ ഭാവി. അത് നമ്മുടെ ഓരോ തീരുമാനത്തിലൂടെയും സ്വരൂപിക്കപ്പെടുകയാണ്. അവസാനമായി ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ഇന്ത്യയ്ക്ക് എന്താണ്? ഇന്ന് ഒരു മാറ്റത്തിന് തുടക്കം കുറിക്കാം. ഇതാഘോഷമാകട്ടെ, ആത്മപരിശോധനയുമാകട്ടെ. ജനഗണമനയ്ക്ക് അഭിവാദ്യവുമായി ജയ് ഹിന്ദ്, ജയ് ഭാരത്. സ്വാതന്ത്ര്യദിന ആശംസകൾ.